ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയൊരു ചിക്കൻ കറിയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് മതി. കുക്കർ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 സവാള, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 3 വലിയ തക്കാളിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടി നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുകി വെച്ച് ചിക്കനിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്നാൽ മതി ചെറിയ തീയിൽ. അപ്പോഴത്തേക്ക് ചിക്കൻ വെന്തോളും. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ സ്റ്റൗ വീണ്ടും ഒന്ന് ഓണാക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കറിയിലേക്ക്, കുറച്ച് മല്ലിയിലയും. എന്നിട്ട് ചെറുതായി ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം സ്റ്റൗ വീണ്ടും ഓഫ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.